പൊന്നോമനകൾ കണിയാൻ കുഞ്ഞുടുപ്പ്, കുളിപ്പിക്കാൻ സോപ്പ്, പുതപ്പിക്കാൻ ടർക്കി എന്നു വേണ്ട പൗഡറും തോർത്തും കളിപ്പാട്ടങ്ങളും സാനിറ്ററി പാഡുകളും നൈറ്റികളും എല്ലാമുണ്ട് ഡ്രസ് ബാങ്കിനുള്ളിൽ. നിർധനരായ അമ്മമാർക്ക് കൈത്താങ്ങാകാൻ ഇന്നർവീൽ ക്ലബ്ബാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഡ്രസ് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത്. മാതൃശിശു വിഭാഗത്തിൽ ഒരുക്കിയ ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാവൻ സാറ മാത്യു നിർവഹിച്ചു. ആശുപത്രിയിലെത്തുന്ന അമ്മമാരിൽ നിന്ന് പ്രസവശേഷം അർഹരായവരെ കണ്ടെത്തിയാണ് ഡ്രസ് ബാങ്കിൽ നിന്നും സാധനങ്ങൾ സൗജന്യമായി കൈമാറുക. ഇതിനായി ഒരു നഴ്സിനെയും ആശുപത്രി അധികൃതർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പ്രസവ ആവശ്യത്തിനും മറ്റാവശ്യങ്ങൾക്കും വരുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളും അടങ്ങുന്ന ഒരു കളക്ഷൻ സെന്റർ, ഒരു ഡ്രസ് ബാങ്കാണ് ഞങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. 23 വനിതകൾ ചേർന്നാണ് 2 വർഷം മുൻപ് കാഞ്ഞിരപ്പള്ളിയിൽ ഇന്നർവീൽ ക്ലബിന് തുടക്കം കുറിച്ചത്. ഡ്രസ് ബാങ്കിന് പുറമെ മറ്റു നിരവധി സേവന പദ്ധതികളും ഈ കുറഞ്ഞ കാലയളവിൽ ഇവർ നടപ്പിലാക്കി കഴിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് ഉണ്ട് നമുക്കിപ്പം. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഈ വളരെ സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് ഷിനോജ് ഇപ്പം കണ്ടത്. കാരണം നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ ഉള്ളവർക്കറിയാം, ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും. അത് ഈ ഡ്രസ്സൊക്കെ ആണെങ്കിലും പലപ്പോഴും വാങ്ങാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുന്നവരെയൊക്കെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആശ്രയിക്കാവുന്ന, അവർക്കൊക്കെ താങ്ങാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സംഘടന, ഇന്നർവീൽ ക്ലബ്ബ് എന്ന വനിതാ സംഘടന നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യത്യസ്തമായൊരു ആശയം ഇവരെ നടപ്പാക്കാനുള്ളൊരു കാരണം, ഷിനോജ്? സേതു, നമ്മൾ ഈ ഡ്രസ് ബാങ്കുമായി ബന്ധപ്പെട്ട നേരത്തെയും പല വാർത്തകൾ തത്സമയ റിപ്പോർട്ടറിൽ പങ്കുവച്ചിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പക്ഷേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള, നമ്മൾ കുറച്ചൊക്കെ തവണ ഉപയോഗിച്ച വസ്ത്രങ്ങളൊക്കെ നമുക്ക് ഫിറ്റാകാതെ വരുന്ന വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കൊടുക്കുന്നു. അവർ അത് ഡ്രൈ ക്ലീനൊക്കെ ചെയ്ത് മറ്റ് നിർധനരായ ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നു. ആ രീതിയിലുള്ള വാർത്തകളൊക്കെ ആയിരുന്നു നമ്മൾ നേരത്തെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പങ്കുവയ്ക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്തയാണ്. കാരണം ഇവർ കൊടുക്കുന്ന വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള വസ്ത്രങ്ങളായിക്കോട്ടെ, മറ്റ് ആവശ്യങ്ങൾ പൗഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം അവർ തന്നെ സ്വന്തമായി പണം പിരിച്ച് അവർ തന്നെ വാങ്ങി വെച്ച് എല്ലാം പുതിയതായിട്ടുള്ള വസ്ത്രങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുന്ന വസ്ത്രങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ വസ്ത്രങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും. അത്തരത്തിൽ പുതിയ വസ്ത്രങ്ങളാണ് ഇത്തരത്തിലൊരു ഡ്രസ് ബാങ്ക് എന്ന പേരിൽ അവർ കൊടുക്കുന്നത്. ഇത് ഡ്രസ് ബാങ്ക് എന്ന പേര് എങ്ങനെ വന്നു എന്നൊരു കൗതുകമാണ് പറയുക. കാരണം കൊടുക്കുന്നത് ഡ്രസ്സ് മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. അമ്മമാർക്കുള്ള ഡ്രസ്സുണ്ട്, കുഞ്ഞുങ്ങളുള്ള കളിപ്പാട്ടം വരെ ഉണ്ട്. അതുകൊണ്ട് ഡ്രസ് ബാങ്ക് എന്ന പേര് ഒരുപക്ഷെ മാറ്റേണ്ടതായിട്ട് വരും. എന്തായാലും നമ്മുടെയൊക്കെ മറ്റ് സർക്കാർ ആശുപത്രികളിലൊക്കെ ഒരു മാതൃകയാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് ഇത്. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ സേതു പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നിർധനരായ ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു കൈത്താങ്ങാകുന്നൊരു പദ്ധതി കൂടിയാണ് ഇത്തരത്തിൽ ഇന്നർവീൽ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഇത്തരത്തിൽ മുൻകൈ എടുത്ത് ചെയ്തിരിക്കുന്നത്. 23 വനിതകൾ ചേർന്നുള്ളൊരു സംഘടനയാണ്. എന്താണെങ്കിലും ഈ ഷിനോജ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഇന്നർവീൽ ക്ലബ്ബ് എന്ന വനിതാ സംഘടന, അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് സംഘടനകളൊക്കെ ഇങ്ങനെ വരട്ടെ, ഇങ്ങനെ വ്യത്യസ്ത ആശയവുമായിട്ടൊക്കെ രംഗത്ത് വരട്ടെ. ഒത്തിരി പേർക്ക്, കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരി പേർക്ക് ഒരു കൈത്താങ്ങാക്കാൻ അവർക്കൊക്കെ സാധിക്കുകയും ചെയ്യട്ടെ. ശരി ഷിനോജ്.